ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ സ്വപ്നം കാണുന്നതാണ് ഗംഗപ്രസാദ് ഈ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ മകൾ കാർത്തികയുടെ അരികിലേക്ക് വരുന്നതും കാർത്തികയുടെ തലയ്ക്കടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പേടിച്ചു വിറച്ച് ലക്ഷ്മി അമ്മ നേരെ കാർത്തികയുടെ അരികിലേക്ക് റൂമിലേക്ക് ഇരുട്ടത്ത് വരികയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് മോളെ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്താ അമ്മേ മോളെ, അവൻ ആ ആശുപത്രിയിൽ നിന്നും പുറത്ത് ചാടി മോളെ അപകടപ്പെടുത്തുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. എന്തായാലും എനിക്കിതിൽ നല്ല പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ തൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം കല്യാണിയെയും കിരണിനെയും നേരിട്ട് ചെന്ന് കണ്ട് ആ ഗംഗപ്രസാദിനെ ഇല്ലാതാക്കണം, അവനെ കൊല്ലണം, ഇനി അവൻ ജീവനോടെ വേണ്ട, കാരണം അവൻ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പോണ്ട, ഞാൻ ഏറ്റെടുത്തോളാം ആ തെറ്റ്, ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം, അതിനുശേഷം എല്ലാവർക്കും സമാധാനത്തോട് ജീവിക്കാമല്ലോ, ഇവനേക്കാളും താഴ്ന്നിട്ടാണല്ലോ പിന്നുള്ള ഗുണ്ടകൾ പിന്നുള്ള ജയിലിൽ കിടക്കുന്നത്, അവരങ്ങനെ അങ്ങ് പേടിക്കേണ്ട എന്നൊക്കെ ലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ലക്ഷ്മി അമ്മ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ കല്യാണിയും കിരണും പറയുന്നുണ്ട് ലക്ഷ്മി അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മി അമ്മയാണെങ്കിൽ മനസ്സിൽ കരുതുന്നുണ്ട്, ഇല്ല ഉറപ്പായും ഞാൻ അവനെ ഇല്ലാതാക്കും, അവനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും, ഞാൻ ജയിലിലായാലും വേണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുശേഷം കല്യാണി കിരണും തൻ്റെ അതായത് രൂപയോടും ചന്ദ്രസേനോടും പറയുകയാണ് ഈ ഒരു കാര്യം. അപ്പം പറയുകയാണ് ലക്ഷ്മി അമ്മയുടെ ആവശ്യം തള്ളിക്കളയാൻ പറ്റില്ല, ലക്ഷ്മി അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, അവൻ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്ത് ചാടിയാലോ, അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ അവൻ ആരെങ്കിലും ജീവൻ എടുക്കും, അങ്ങനെയുള്ളവനാണ് അവൻ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കല്യാണിയും പറയണം അത് ശരിയാണ്, നമ്മളൊക്കെ അത് തള്ളിക്കളയണ്ട, പക്ഷെ നമ്മളൊരാളുടെ ജീവൻ എടുക്കാനൊന്നും നമ്മൾ ദൈവം തന്ന ജീവൻ നമ്മൾ എടുക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ പാടില്ല, അവനുള്ള ശിക്ഷ അവന് എന്തായാലും കിട്ടും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അതെ ലക്ഷ്മി അമ്മ നമ്മളോടൊരു കാര്യം പറഞ്ഞു, നമ്മളോട് സഹായം ചോദിച്ചു, അത് നമ്മൾ നിരസിക്കുകയാണ്, വേണ്ട അതെവിടെ തീർന്നോളാം, പക്ഷേ നാളെ ഇതിൻ്റെ പേരിൽ ലക്ഷ്മി അമ്മ പറഞ്ഞത് അവഗണിച്ചത് കൊണ്ട് നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും അതിൻ്റെ പേരിൽ വിഷമിക്കരുത്, അതിനൊരിട വരരുത് കേട്ടോ എന്നിങ്ങനെ ചന്ദ്രസേനൻ ഒരു അവസാനത്താക്കിയതുപോലെ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ലക്ഷ്മി അമ്മയുടെ വാക്കുകൾ നല്ല ശരി തന്നെയാണെന്നാണ് ചന്ദ്രസേനൊക്കെ പറയുന്നത്. പക്ഷേ കല്യാണിയും കിരണും ഒരാളുടെ ജീവൻ എടുക്കാൻ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല, നമ്മളൊക്കെ അവകാശമില്ലെന്നൊക്കെ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ ലക്ഷ്മി രണ്ട് ഗുണ്ടകളെ കാണുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിക്ക് പരിചയമുള്ളതാണ്, ചെന്നൈയിൽ വെച്ചിട്ട് പരിചയമുള്ളതാണ്. അങ്ങനെ അവരോട് പറയുന്നുണ്ട്, ഞാൻ ചെന്നൈയിൽ എൻ്റെ മോൾക്കൊപ്പം താമസിച്ചിരുന്നത് പേടിയോടുകൂടി തന്നെയാണ്, ആ ഗംഗ അവൻ ജയിലിലായിരുന്നു, ജയിലിലായതുകൊണ്ടാണ് അത്ര സമാധാനത്തോടു കൂടി ഞങ്ങളവിടെ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെയും അവനെ കൊണ്ടുള്ള ശല്യം, സ്വസ്ഥതയില്ല ജീവിതത്തിൽ, അതുകൊണ്ട് ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല, നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളണം, അവൻ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കരുത്, അവനെ കൊല്ലണം, നിങ്ങളെ രക്ഷിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു, എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട്, ശരി ഏറ്റു, ഇനി എന്തായാലും മേഡത്തിന് ഉടനെ തന്നെ അവൻ്റെ മരണവാർത്ത കേൾക്കാമെന്നും പറഞ്ഞ് വാക്കും കൊടുത്ത് അവിടെ നിന്നും പോവുകയാണ് ആ രണ്ട് ഗുണ്ടകൾ. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ ലക്ഷ്മി അമ്മ സമാധാനത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ ഗംഗപ്രസാദ് ലക്ഷ്മി അമ്മ പേടിച്ചതുപോലെ തന്നെ അവൻ ആശുപത്രിയിൽ നിന്നും പുറത്ത് ചാടുകയാണ്. അവിടേക്ക് ഒരു കമ്പൗണ്ടർ ഒരു നേഴ്സ് വരികയാണ്, മെയിൽ നേഴ്സ്. അങ്ങനെ അദ്ദേഹത്തിനെ അവൻ ശ്വാസം മുട്ടിച്ച് അവിടെ കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മാറി ഇവനിടുകയും ഇവൻ്റെ ആ ഒരു പച്ച ഡ്രസ്സ് ഹോസ്പിറ്റലിലെ ഡ്രസ്സ് ആ ആൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പൗണ്ടറിൻ്റെ വേഷത്തിൽ, ഒരു കമ്പൗണ്ടറല്ല മെയിൽ നേഴ്സിൻ്റെ വേഷത്തിൽ അവൻ തലയിലാണെങ്കിൽ അവർ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷേ അത് അവനൊരു ക്യാപ്പിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും മനസ്സിലാകില്ല ആർക്കും, ഇങ്ങനെ പോണ് കണ്ടു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഒരു ജീവനക്കാരൻ പോകുന്നെന്ന് തന്നെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു ഇത് മുതലെടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അത് വെറുതെ വേണ്ടാത്തതിന് തന്നെയാണ്, അവനക്ക് ഒരിക്കലും ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ പറയുന്ന ലക്ഷ്മി അമ്മ തന്നെ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഗംഗപ്രസാദിൻ്റെ കാര്യത്തിൽ ഗുണ്ടകൾ നല്ലൊരു തീരുമാനം, നല്ലൊരു വാർത്ത തന്നെ അവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്, കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്